ബാലരേട്ടൻ്റെ റെഫറൻസ് വെച്ച ഒരു ക്രൈം ത്രില്ലർ എടുത്തിരിക്കുകയാണ്. പാടം കലക്കി എന്ന് വെച്ചാൽ അടുത്ത കിഷ്കിന്ത കാണ്ടം, ആസിഫിലയുടെ അടുത്ത കിഷ്കിന്ത കാണ്ടം, അതേപോലെ പുള്ളിക്ക് അടുത്തൊരു 50-60 കോടി പുള്ളി അടിക്കും ഉറപ്പാണ്. എന്ന് വെച്ചാൽ അത്രയും നല്ല സ്റ്റഡി ചെയ്താണ് പടം എടുത്തിരിക്കുന്നത്. പഴയ ഭരതൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് തന്നെ പടം റെഫർ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പാഠമാണ്. ഇത്ര നല്ല പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. കിടിലം പടം കേട്ടോ. ക്രൈം ത്രില്ലർ, ക്രൈം മിസ്റ്ററി ത്രില്ലർ അടിപൊളി. ആസിഫ് അലി കലക്കി, അനശ്വര രാജൻ ഒക്കെ റോൾ ചെയ്തിരിക്കും. അനശ്വര ഉഗ്രൻ റോൾ ചെയ്തിരിക്കും കേട്ടോ കലക്കി. ലാഗെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പം പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയെ AI സാങ്കേതിക വിദ്യയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, സായികുമാർ, ജഗദീഷ്, ഒരു ഇന്ദ്രൻസ്, ഇവർക്കുള്ള എല്ലാം ഇവരുടെ മികച്ച റോളുകളാണ് ചെയ്തേക്കുന്നത്. പടം സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 90s കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. വീണ്ടും ഭരതേട്ടൻ, കമൽ, മമ്മൂക്ക, ഇതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽ, പുതിയൊരു ട്രീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. സിനിമ ഫാമിലി ഏറ്റെടുക്കും. സിനിമ ആവറേജ് സിനിമയാണ്, വലിയൊരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമുക്ക് കണ്ടിരിക്കാം. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫിലേക്ക് കുറച്ച് വലിച്ചിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ കഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ്. അത്രയുള്ള മികച്ച സിനിമയാണ്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയൊന്നുമല്ല, പക്ഷേ നല്ലൊരു സിനിമയാണ്. ഫാമിലിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കാണാം. തകർത്ത് മമ്മൂട്ടിയുടെ ഇതിലുണ്ട്. ഞാൻ സ്പോയിലർ പറയുന്നില്ല. ഇത് മലയാളം സിനിമയുടെ ഏറ്റവും മികച്ച പടമാണ്. ഒരു ക്ലാസിക് പടമാണ്. യവനികല പോലെ മനോജ് എനർജിയിലുണ്ട്. ആസിഫ് അലി സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കും. സൂപ്പർ താരമല്ല, എല്ലാവരും സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനശ്വര രാജൻ അടുത്ത ഉർവശിന്ന് പറയാം. എല്ലാം കൊണ്ട് കിട്ടില്ല പടം. ഒരു ലാഗും ഇതൊന്നുമില്ല. ക്ലാസിക് പടമാണ്. പണ്ട് 80കളുടെ പോലെ KGR പടം പോലെ ഈ പടം മലയാളം സിനിമ എന്നും ഓർമ്മിക്കപ്പെടും. ഒരു ക്ലാസിക് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എഡിറ്റിങ്ങൾ ഉഗ്രനാണ്. ഒരു ലാഗും ഇല്ല. റിയലിസ്റ്റിക് ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ സ്പോയിൽഡാം. മമ്മൂക്കയുടെ സാധ്യതയിലുണ്ട്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാവരും കാണേണ്ട പടമാണ്. ക്ലാസിക് പടമാണ്. മലയാളം സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു 10 പടങ്ങൾ ഒരു പടമായി. കിടിലം പടം. ഇതിന് അവാർഡെല്ലാം കിട്ടും. ഒരുപാട് അവാർഡും കിട്ടും. നല്ല ഓടുകയും ചെയ്യും. കാരണം ഫാമിലിക്കും യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടും. വയലൻസ് വൾഗാരിറ്റി ഒന്നും ഇല്ല. ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല അടുത്ത കാലത്ത്. നല്ല പടം, അത്രേ പറയാൻ പറ്റും. നല്ല അഭിനയം, നല്ല ആസിഫ് അലിയും പെൺകുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. നല്ല പടമായിരുന്നു. നല്ല ത്രില്ലിംഗ്, നല്ല സസ്പെൻസ് ത്രില്ലിംഗ്. അടിപൊളി. നല്ല മേക്കിംഗ് കൊണ്ട് അടിപൊളി. നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യണ്ട. സ്റ്റോറി കൊണ്ട് ഒരു നോർമൽ സ്റ്റോറിയാണ്. അത് ഓവർ ലാഗ് ഇല്ലാണ്ട് അങ്ങനെ